പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പത്തെ തള്ളിപ്പറയുകയല്ല, ആഹാരത്തെ തള്ളിപ്പറയുകയല്ല. ആഹാരമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആഹാരത്തിൻ്റെ പേരിൽ ദൈവത്തെ തള്ളിപ്പറയരുത്. നിങ്ങൾക്ക് ഈശോനെ അറിയാമല്ലോ. നമുക്ക് ഈശോനെ മാത്രം കേട്ടാലും മതി. ലോകത്തെ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ബാധ്യത നമുക്കില്ല. ഈശോ എന്നാ ചെയ്തത്? ആഹാരം വർദ്ധിപ്പിച്ച ദിവസം ആഹാരം വേണം, ഞാൻ ഇവരും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്നു വീഴുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അപ്പത്തെ വർദ്ധിപ്പിച്ചത്. 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയത്. പക്ഷേ തീറ്റിപ്പോറ്റിയതിന് ശേഷം കർത്താവ് കിടന്നുറങ്ങിയില്ല. മത്തായിയുടെ സുവിശേഷം 14:21 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോസ്തലന്മാരെ നിർബന്ധിച്ചുകൊണ്ട് വിശ്രമിക്കാൻ വിട്ടിട്ട് കർത്താവ് മലയിലേക്ക് കയറിപ്പോയെന്ന്. എന്തിനാ അവൻ കയറിപ്പോയത്? പിതാവിനെ ആരാധിക്കാൻ പോയതാ. അതാണ് മത്തായിയുടെ സുവിശേഷം 14:23. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണത് എന്ന് അവൻ പിശാചിനോട് പറഞ്ഞിരുന്നു. ഇപ്പോഴവൻ പറയാതെ അവൻ്റെ ജീവിതം കൊണ്ട് അത് പ്രകടിപ്പിക്കുകയാണ്. അപ്പം വർദ്ധിപ്പിച്ച രാത്രി 14:23 അവൻ മലയിലേക്ക് കയറിപ്പോയി. രാത്രി ഉറങ്ങാനുള്ളതാണ്. ആ വിശ്രമത്തെക്കാൾ വലുതാണ് കർത്താവിന് ആരാധനയെങ്കിൽ, ദൈവവൈതലേ, ഞാനും നീയും ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം അതാണ്. ആരാധിക്കാൻ ദൈവത്തിന് അനുഗ്രഹം ലഭിച്ചവർക്ക് ചിലപ്പോൾ വിശ്രമത്തെക്കാളും ആഹാരത്തെക്കാളും വലുത് ആരാധനയായിരിക്കും. അതിനെതിരെ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും ജാഗ്രതയോടെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ദൈവത്തിൻ്റെ സമൂഹത്തിൻ്റെ അംഗമായി ജീവിക്കുവാൻ, കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവത്തിന് പക്ഷം ചേർന്ന് ജീവിക്കാൻ ആത്മാവാണ് ജീവൻ നൽകണത് എന്ന് പറയുമ്പോൾ 3:6 പറയുന്നില്ലേ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം പരശൂന്യമാണ്. പരശൂന്യമായ ജഡത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആത്മാവിനെ പണയപ്പെടുന്ന പ്രവണതയ്ക്കെതിരെയാണ് ഈശോ സംസാരിച്ചത്. ലോകം മുഴുവൻ നേടിയാലും നമ്മൾ 16 മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കും, നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും. വീണ്ടും സ്തുതിക്കട്ടെ മക്കളെ, സന്തോഷത്തോടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അപ്പം കൊണ്ട് മാത്രമല്ല എന്നുള്ളത് ഒരു നിലപാടാണത്. ഒരു വിശ്വാസിയുടെ നിലപാടാണ്, ഒരു നയമാണത്. അപ്പം കൊണ്ട് മാത്രമല്ല എന്നുള്ളത് വിശ്വാസിയുടെ ജീവിത ശൈലിയാണ്. അത് ഒരു സമീപനമാണ്, അത് ഒരു സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്, അതൊരു സംസ്കാരമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ആരാധന, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്നുള്ളത് ഒരു ആധ്യാത്മിക സ്വത്വത്തിൻ്റെ സ്വയം പ്രകാശനമാണത്. അതിലൂടെയാണ് നമ്മുടെ ആരാധനക്രമങ്ങളെല്ലാം രൂപപ്പെട്ടു വരുന്നത്. അതൊരു ശീലമാണ്,
അതൊരു സ്വഭാവമാണ്, ശീലമാണ്, സമ്പ്രദായമാണ്, സംസ്കാരമാണെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മക്കളൊരു കാര്യം മനസ്സിലാക്കണം, അതൊരു ജീവിത ശൈലിയാണ്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കിയാൽ, ഇപ്പോൾ ഒരു കുടുംബത്തിന് ഇപ്പം നമുക്ക് ഏറ്റവും കുറേ ഒരു 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 മിനിമം എന്ന് പറയാവുന്ന ഒരു കുടുംബത്തിൽ ചിലപ്പോൾ 5 മുറി ഉണ്ടാവും. തീരെ പാവപ്പെട്ടവരാണെങ്കിൽ 3 മുറിയോ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നമ്മൾ ആരാധനാ സ്ഥലങ്ങൾ എവിടെയാണ് നമ്മുടെ വീട്ടിൽ വെക്കണത്? ആരാധന സ്ഥലങ്ങൾ പ്രധാന മുറിയിൽ വെക്കും അല്ലേ? 5 മുറി 50 മുറിയോ ഉണ്ടായാലും കർത്താവിൻ്റെ സാന്നിധ്യമുള്ള പ്രതിഷ്ഠ വെക്കണത് ഒരു മുറിയിലായിരിക്കും അല്ലേ? അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കണത്. ഞാൻ ഈ അപ്പം കൊണ്ട് മാത്രമല്ല എന്നുള്ളത് ചെറുതായിട്ട് ലഘുവായിട്ടൊന്ന് ജീവിതമായിട്ട് തട്ടിച്ച് നിങ്ങൾക്കൊരു ഒരു സൂചന തരികയാണ്. നമുക്ക് അടുക്കളയുണ്ട്, പിന്നെ അല്ലേ, കിച്ചൺ, രാജധാനി പോലുള്ള കിച്ചൺ, പിന്നെ ബെഡ്റൂം ഇല്ലേ, പിന്നെ ഡ്രസ്സിങ് റൂം ഇല്ലേ, പിന്നെ ഡ്രോയിങ് റൂം, പിന്നെ സ്റ്റഡി റൂം, ഇങ്ങനെ കുറേ, പിന്നെ വർക്ക് ഏരിയ ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റോർ റൂം ഉണ്ടാവും. ഇങ്ങനെ ഇപ്പോൾ സ്റ്റോർ റൂം എന്തിനുള്ളതാണ്? അരി, പച്ചക്കറി, പലവ്യഞ്ജനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാം. എന്തിനുള്ളതാണത്? ശരീരത്തിനുള്ളതാണ്. അപ്പം കൊണ്ട് മാത്രം. അപ്പമാണ് ആരുദ്ദേശം. അടുക്കള എന്തിനുള്ളതാണ്? അടുക്കളയും ആഹാരം പാകം ചെയ്യാൻ എന്തിനുള്ളതാണ്? അപ്പത്തിന് വേണ്ടിയുള്ളതാണ്. ആഹാരം നമുക്ക് കഴിക്കാനുള്ള അല്ലേ? ഇനി ഡ്രസ്സിങ് റൂമുണ്ട്. എന്തിനുള്ളതാണ്? ഈ ശരീരം ഒന്ന് മറക്കാൻ വേണ്ടിയുള്ളതാണ്. അത് ശരീരത്തിൻ്റെതാണ്. അപ്പം കൊണ്ട് മാത്രമാണ്. ശരീരത്തിനാണ്. എല്ലാ മുറികളും ശരീരത്തിനുള്ളതാണ്. മുഴുവൻ റൂഫ് എന്തിനുള്ളതാണ്? ശരീരത്തിന് കുളിരും മഴയും വെയിലും കൊള്ളാതിരിക്കാൻ ശരീരത്തിനുള്ളതാണ്. ആ വീടിൻ്റെ മുഴുവൻ മുറികൾ. ഇനി ബെഡ്റൂം എന്തിനുള്ളതാണ്? അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ വേണ്ടി ഈ ബെഡ്റൂം ഉപയോഗിക്കപ്പെടുന്നു അല്ലേ? വിശ്രമിക്കാനും ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ എന്തിനുള്ളതാണ്? ബോഡിക്കുള്ളതാണ്. അപ്പോൾ എല്ലാ മുറികളും ശരീരത്തിൻ്റെതാണ്. എല്ലാ മുറിയും അപ്പത്തിൻ്റെതാണ്, ജഡത്തിൻ്റെതാണ്. അപ്പോൾ ഒരു മുറി മാത്രമാണ് നമുക്ക് പ്രാർത്ഥനാ മുറി ഉള്ളത് അല്ലേ? തീരെ പാവപ്പെട്ടവരാണെങ്കിൽ ആ മുറിയിൽ നമ്മൾ വിശ്രമിക്കുക, വേറെ മാർഗ്ഗമില്ലല്ലോ നമുക്ക്. അപ്പോഴും മറ്റേ മുറി, ഈ മറ്റ് കിച്ചണായാലും സ്റ്റോർ റൂം ആയാലും അതുപോലെ തന്നെ ബെഡ്റൂം ആയാലും അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കണത് എന്ന് പറഞ്ഞ വചനങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴേ എങ്ങനെയാണത് പ്രാവർത്തികമാക്കണത്? അവിടെയും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കണം. കിച്ചണിലായാലും അരി കഴുകുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റും നമുക്കല്ലേ? അത് തവിച്ച് വെക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും. ഞാൻ പൊതുവായിട്ട് സംസാരിച്ചതാണ്. ഇപ്പോൾ കൊച്ചു തോബിയാസ് അവന് ജീവിത പങ്കാളിയെ നൽകിയപ്പോൾ, ദൈവം നൽകിയപ്പോൾ അവർ ഒരുമിക്കാൻ പോകുന്ന മുമ്പ് കൊച്ചു തോബിയാസ് എന്താ പ്രാർത്ഥിച്ചത്? അപ്പാ, ഞാൻ ഈ സ്ത്രീയെ സമീപിക്കണത് ജഡാസക്തിയോടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരവരുടെ വിവാഹരാത്രികളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബെഡ്റൂമിലും പ്രാർത്ഥന നടക്കും, പ്രാർത്ഥനാ മുറിയിലും പ്രാർത്ഥന നടക്കും. ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഒരു ജീവിത സമീപനമാണ്, ശൈലിയാണ്. പഠനമുറിയിലും പ്രാർത്ഥന നടക്കും. ഇതെല്ലാവരും ഈ വിശ്വാസ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇനി ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വചനമാണ്. നമ്മൾ എവിടെയെല്ലാം പഠിക്കുന്ന സ്ഥലത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത്, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് എവിടെയെല്ലാം നീ ദൈവത്തിനെ ഓർക്കുന്നുവോ അവിടെയെല്ലാം നീ പറയാതെ പറയുന്ന വചനമാണ്. അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണത്, മനുഷ്യൻ ദൈവത്തിന് വായിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടാണെങ്കിൽ നീ ദൈവപൈതലായി മാറി. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് ആദ്യമായി തന്നെ ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന. ഞാൻ തലലപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മമ്മിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 മെയ് 17 എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിനായിട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, OET പഠിക്കണോ ജർമ്മൻ കോഴ്സ് എടുത്ത് പഠിക്കണോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഒരു ഇടവക ധ്യാനത്തിൽ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു, ജർമ്മൻ പഠിച്ചാൽ മതി. കാരണം OET ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്.
ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, ഞാൻ 2 കൊല്ലം മുന്നേ ഞാൻ സൗദിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2023 ഡിസംബറിലാണ് ഞാൻ റിസൈൻ ചെയ്ത് വന്നത്. അവിടെ വെച്ച് ഞാൻ ജർമ്മൻ ഒന്ന് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ചേർന്നു. പക്ഷേ എനിക്കത് പൂർത്തിയാകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജർമ്മൻ പഠിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ മെയ് 17 വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തു. A1 A2 കഴിഞ്ഞു. അതൊന്നും എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് B1 ഒക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി. ആ സമയത്ത് എനിക്ക് തലവേദനയും ഭയങ്കര നടുവേദനയൊക്കെ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ഞാൻ അത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് മാറിക്കിട്ടി. അങ്ങനെ ഞാൻ B2 എത്തി. B2 പക്ഷേ എനിക്ക് ഓഫ്ലൈൻ കോഴ്സായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷേ ഓഫ്ലൈൻ കോഴ്സ് എനിക്ക് B2 1 മാസത്തോളം പോകാതെ ഇരിക്കേണ്ടി വന്നു, പപ്പയ്ക്ക് സുഖമില്ലാതിരുന്നതുകൊണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ഞാൻ പ്രിപ്പറേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ B2 എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ 2 ഡേറ്റ് എടുത്തിരുന്നു. അത് 2 മൊഡ്യൂള് വീതമാണ് ഞാൻ ഡൽഹിയിൽ ഡേറ്റ് എടുത്തത്. ആദ്യത്തെ 2 മൊഡ്യൂള് എനിക്ക് റീഡിങ്ങും ലിസണിങ്ങുമായിരുന്നു. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകുവാൻ സാധിച്ചു. രണ്ടാമത്തെ എനിക്കിച്ചിരി ബുദ്ധിമുട്ടുള്ളായതുകൊണ്ട് ഞാൻ ഹോൾ ടിക്കറ്റ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതാൻ പോയി. ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചാണ് ഞാൻ പോയത്. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അവസാനത്തെ 2 മൊഡ്യൂൾ എനിക്ക് കിട്ടിയില്ല. അന്ന് തന്നെ ആ റിസൾട്ട് വരുന്ന അന്ന് തന്നെ ഞാൻ ഓൾറെഡി സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് ഫെയിലാകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു സ്ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചു, പല ഏജൻറ്റുമാർക്കും കൊടുത്തു. അപ്പോൾ ഞാൻ കൽക്കട്ടയാണ് പിന്നെ എഴുതാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന സെൻറ്റർ. പക്ഷേ എനിക്ക് കൽക്കട്ടയിൽ എനിക്ക് സ്ലോട്ട് കിട്ടിയിരുന്നില്ല. പിന്നെ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എന്നോട് ഒരു ഏജൻറ്റ് വിളിച്ചു പറയുകയാണ്, മലേഷ്യയിൽ സ്ലോട്ട് ഉണ്ട്, എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പൈസ ഒന്നും നോക്കാണ്ട് ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ കൊണ്ടുപോയി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. തൈലം തൂത്ത് ഞാൻ എക്സാമിന് കയറി. എനിക്ക് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്. സ്പീക്കിങ് ടോപ്പിക് എളുപ്പമായിരുന്നെങ്കിലും എനിക്ക് വിചാരിച്ച പോലെ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഞാൻ റൈറ്റിങ്ങും എനിക്ക് ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. ഞാൻ എല്ലാം എഴുതിയെന്ന് വിചാരിച്ചിരുന്നു. ഞാനപ്പോൾ വിചാരിച്ചു റൈറ്റിങ്ങിന് ജയിക്കുമായിരിക്കും. സ്പീക്കിംഗ് എനിക്ക് വിചാരിച്ച പോലെ എനിക്ക് പറയാൻ സാധിച്ചില്ല. അപ്പം സ്പീക്കിംഗ് ഞാൻ ഫെയിലാകുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല. റിസൾട്ട് വന്നപ്പോൾ നേരെ മറിച്ചാണ് സംഭവിച്ചത്. സ്പീക്കിംഗ് ഞാൻ പാസ്സായി, റൈറ്റിംഗ് എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. അങ്ങനെ വീണ്ടും ഞാൻ അവിടെ തന്നെ മലേഷ്യയിൽ തന്നെ ഒരു സ്ലോട്ടും കൂടി എടുത്തു. അത് മാതാവ് അനുഗ്രഹിച്ച് നൽകിയ സ്ലോട്ടായിരുന്നു. അങ്ങനെ ഞാൻ റൈറ്റിങ്ങിന് അവിടെ വീണ്ടും പോയി എഴുതി. ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അതിനു മുന്നേ ഞാൻ 3ാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, 4ാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ എല്ലാ മൊഡ്യൂളും ക്ലിയർ ആകണമെന്നത്. അങ്ങനെ എന്നെ മാതാവ് അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ B2 എക്സാമിൻ്റെ സമയത്താണ് എനിക്ക് ജോബ് ഇൻ്റർവ്യൂ വന്നത്. അതിന് മുന്നേ 2 മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് 2ഉം ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ ലൂക്കായുടെ സുവിശേഷം 12ാം അധ്യായം 12ാമത്തെ തിരുവചനം, അതായത് പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നിങ്ങളെ പഠിപ്പിക്കും എന്നൊരു തിരുവചനമായിരുന്നു. അത് ഉരുവിട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മോക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ കയറി. എനിക്ക് ജോബ് ഇൻ്റർവ്യൂ മാർച്ച് 25-നായിരുന്നു. ആ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ B2ൻ്റെ എക്സാമും. B2ൻ്റെ എക്സാം എഴുതിയതിന് ശേഷം 2 ദിവസത്തെ ഗ്യാപ്പിലാണ് ഞാൻ ഫൈനൽ ഇൻ്റർവ്യൂ ഞാൻ മാർച്ചിൽ പോയി അറ്റൻഡ് ചെയ്യുന്നത്. ഡൽഹിയിലായിരുന്നു. ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ക്ലയൻസ് വന്നിട്ട് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു അവസരമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച്
ഞാൻ ഇൻ്റർവ്യൂവിനിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂവിന് എന്നോട് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്തു. അവർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് സെലക്റ്റായി. പിന്നെ ഞാൻ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്കൊരു ഏജൻസി കോണ്ടാക്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി അവർക്ക് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളവർക്കും എനിക്കും എല്ലാം സെയിം ആയിട്ടാണ് പേപ്പറുകളെല്ലാം എനിക്ക് അയച്ചു തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ജൂലൈ ആയപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നൊരു പേപ്പർ ബാക്കി എല്ലാവർക്കും, എൻ്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടി, പക്ഷേ എനിക്ക് മാത്രം വന്നിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്താണ് തടസ്സം, എനിക്കത് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് വരുവാണ് ഏജൻസിയിൽ നിന്ന്, ഒരു ഡോക്യുമെൻ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ അവർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു കൊടുത്തു. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് മുന്നോട്ട് പോയി. ആ സമയത്ത് തന്നെ ഞാൻ ജൂലൈ 31 ഞാൻ ഈ ബഷേഡ് എന്ന് പറഞ്ഞ ഈ പേപ്പർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ആ സമയത്ത് എനിക്ക് ഓൾറെഡി ആ സെയിം ഡേറ്റ് തന്നെ എനിക്ക് ഇഷ്യൂ ചെയ്തായിരുന്നു. പക്ഷേ അതെൻ്റെ ഫോണിലേക്ക് വന്നത് ആഗസ്റ്റ് 12 അത് കഴിഞ്ഞ് എനിക്ക് PCC എടുത്തു. പിന്നെ പ്രീ അപ്രൂവൽ വിസയ്ക്ക് വെച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിസ പ്രോസസ്സിംഗ് ആണ്. ഇപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒത്തിരി കടമ്പ കടക്കണം. കാരണം ഇപ്പോൾ ഭയങ്കര പാടാണ് കിട്ടാനായിട്ട്. പലരും ഒത്തിരി പൈസയൊക്കെ മുടക്കിയാണ്, ബ്ലാക്കിലാണ് വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഏജൻസിയിൽ നിന്ന് തന്നെ ഒരു പൈസ പോലും മുടക്കാതെ തന്നെ എനിക്ക് വിസ സ്ലോട്ട് ലഭിച്ചു. ബാംഗ്ലൂരായിരുന്നു, ഒക്ടോബർ 1 അങ്ങനെ ഞാൻ വിസയ്ക്ക് പോയി എല്ലാം സബ്മിറ്റ് ചെയ്തു. എനിക്ക് ഫാസ്റ്റ് ട്രാക്ക് വിസ അപ്പോയിൻമെൻ്റ് ആണ് കിട്ടിയത്. സാധാരണ ഫാസ്റ്റ് ട്രാക്ക് വിസ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും മാക്സിമം 8 ദിവസത്തിനുള്ളിൽ വരേണ്ടതാണ്. പക്ഷേ എൻ്റെ 1 മാസമായിട്ടും വന്നിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ മാതാവിൻ്റെ റാലിയിൽ പങ്കെടുത്തു. ഞാൻ നിയോഗം വെച്ച് ഞാൻ എൻ്റെ പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ അതുമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡേറ്റും കൂടി ഇട്ട് പ്രാർത്ഥിച്ചു, ഒക്ടോബർ 31. ഒക്ടോബർ 31 രാവിലെ 10:25 എനിക്ക് മാതാവ് ഒരു പോസിറ്റീവ് റിപ്ലൈ തന്നു, എൻ്റെ വിസ ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ്. അങ്ങനെ എനിക്ക് 2-3 ദിവസത്തിന് ശേഷം എൻ്റെ വിസ വന്നു. ആ വിസ വരുന്ന ദിവസം അന്ന് രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, ഉച്ചയ്ക്ക് 12 മണി മുതൽ 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം സാധിച്ചു കിട്ടുമെന്ന്. എനിക്ക് 12:40 എനിക്ക് കൊറിയർ സർവീസിൽ നിന്ന് വിളി വന്നു. ഞാൻ ആ സമയത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വിസ കളക്ട് ചെയ്തു. അപ്പം വിസ ഞാൻ എൻ്റെ ഏജൻസിക്ക് അയച്ചു കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് പോകാൻ സാധിക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു 2 പേരുടെയും കൂടി വിസ വരാനുണ്ട്, നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ എൻ്റെ കൂടെയുള്ള 2 പേരുടെയും വിസ വന്നു. ഇന്നലെ എനിക്ക് ഏജൻസിയിൽ നിന്ന് മെസ്സേജ് അയച്ചു, ഈ ചൊവ്വാഴ്ച 24 കയറിപ്പോകാൻ ഫ്ലൈറ്റിന് എടുക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ആഴ്ച പോവുകയാണ്. അതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ അടുത്ത സാക്ഷ്യം, ഞാനും എൻ്റെ മദറിലോയും എൻ്റെ സിസ്റ്ററിലോയും അവരുടെ ഫാമിലിയും ഒരു ദിവസം ഞങ്ങൾ എറണാകുളത്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ ഡ്രൈവറെ വിളിച്ചാണ്, ഞങ്ങൾ കാറിനാണ് പോയത്. കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും വണ്ടിയിൽ നിന്ന് ഭയങ്കര സൗണ്ടും ഭയങ്കര പുകയും ആയിട്ട് വണ്ടി ഭയങ്കര ഇതായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പേടിച്ചു പോയി. അപ്പം ഞങ്ങൾ ഡ്രൈവറോട് പറഞ്ഞു, അടുത്തൊരു വർക്ക്ഷോപ്പിൽ ചെന്ന് ചെക്ക് ചെയ്യാം, വണ്ടി നമുക്ക് ഏറ്റവും അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്യാമെന്ന്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ വണ്ടി കറക്റ്റായിട്ട് നിന്നുപോയി. അത് ഞങ്ങൾ അവിടുത്തെ ആൾക്കാരെ വിളിച്ച് കയറ്റി. അപ്പോൾ അത് ഗിയർ ബോക്സ് കത്തിയതായിരുന്നു. വലിയൊരു അപകടത്തിൽ നിന്നാണ് ഞങ്ങളെ രക്ഷിച്ചത്. അമ്മയ്ക്കും തിരുക്കുമാനും കോടാനുകോടി നന്ദി പറയുന്നു.
എൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വീക്കിലി ഒരു ദിവസം ഞാൻ അവിടുത്തെ ശുശ്രൂഷകളെല്ലാം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ രോഗികൾക്കായിട്ടും വീട് പണിയാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന 1% ഞാൻ അവർക്ക് ഷെയർ ചെയ്യും. പിന്നെ പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പിലും, പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹോസ്റ്റലുകളിൽ ജർമ്മൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ ബോംബെയിൽ ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ ഞാൻ വിതരണം ചെയ്തിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ദൈവപിതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഞാൻ ജർമ്മനിയിൽ പോയാലും എനിക്ക് ഉടമ്പടിയിൽ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സാന്ദ്രാമോൾ ബേബി. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിൽ നിന്നാണ്. ഞാനിപ്പോൾ വരുന്നത് സൗദിയിൽ നിന്നാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2 വർഷം നാട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് 3-ാമത്തെ വർഷം ഞാൻ സൗദിക്ക് പോയതായിരുന്നു. ഫസ്റ്റ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 16, 2024 പക്ഷെ ഫസ്റ്റ് വരുന്നത് 2022 അന്ന് അമ്മയും ചേച്ചിയും ഉടമ്പടി എടുക്കാൻ വന്നപ്പം ഞാൻ അവരുടെ കൂടത്തിൽ വന്നതാണ്. പക്ഷെ അന്ന് വന്നപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ മാതാവിൻ്റെ അടുത്ത് എന്തോ ഒരു പ്രത്യേകത തോന്നിയായിരുന്നു. അതെനിക്കറിയില്ല എങ്ങനെ അത് പറഞ്ഞു തരാനായിട്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ട് പോയത്, മാതാവേ എനിക്ക് 2 വർഷം നാട്ടിൽ തന്നെ വർക്ക് ചെയ്യണം, 3-ാമത്തെ വർഷം എനിക്ക് വിദേശത്ത് പോകണം. ഞാൻ പോകുന്നത് സൗദിക്കാണെങ്കിൽ ഞാൻ വെക്കേഷന് വരുമ്പോൾ മാതാവിന് 2 ഒലിവെണ്ണ കൊണ്ടുതരാം. ഇതെന്നെ അങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഇതേപോലെ തന്നെയാണ് എൻ്റെ ലൈഫിൽ നടന്നത്. 2 വർഷം നാട്ടിൽ തന്നെ നിന്ന് വർക്ക് ചെയ്തു. പ്രോമട്രിയുടെ ഇൻ്റർവ്യൂ വന്നു, അതിന് പോയി, അത് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് കറക്റ്റ് എല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടി. ആ സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. ആ ടൈമെന്ന് പറഞ്ഞാൽ എനിക്ക് ലോണെല്ലാം പാസ്സായി, എല്ലാ കാര്യങ്ങളും പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. ജസ്റ്റ് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് പക്ഷേ ഈ ആൾക്കാരെ മുട്ടുകുത്തിയ സമയത്ത് എനിക്കിങ്ങനെ തോന്നുക, ഞാൻ എടുത്ത തീരുമാനമേ തെറ്റായിപ്പോയി, സൗദിക്കല്ലായിരുന്നു പോകേണ്ടത്. പോകാൻ എനിക്ക് ഭയങ്കര ടെൻഷനുമാണ്. എന്നാ സംഭവിക്കാൻ പോണേന്ന് അറിയത്തില്ല. പക്ഷേ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക, ഇതുവരെ കരഞ്ഞതൊന്നുമല്ല, ഇനിയാണ് ശരിക്കും കരയാൻ പോകുന്നത്, ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് ജസ്റ്റ് അതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ സാക്ഷ്യം ജസ്റ്റ് എഴുതിയിട്ട് ജീന സിസ്റ്റർ അപ്പോൾ ഉണ്ടായിരുന്നു. സിസ്റ്ററിന് ഞാൻ എഴുതി കൊടുത്തപ്പം സിസ്റ്റർ പറഞ്ഞു, നിനക്ക് പറയാനുള്ള ടൈം ആയിട്ടില്ല, ഇപ്പം സാക്ഷ്യം പറയണ്ട, പൊക്കോ, പോയി അവിടുത്തെ കാര്യമെല്ലാം ശരിയാക്കി നിൻ്റെ സ്റ്റേ ശരിയാക്കി തിരിച്ചു വന്നാൽ മതിയെന്ന്. എന്നാ സംഭവം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിങ്ങനെ കേട്ടിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് മെഡിക്കലിന് HbA1c എനിക്ക് പോസിറ്റീവായിരുന്നു. സത്യം പറഞ്ഞാൽ എങ്ങനെ അത് പോസിറ്റീവായി എനിക്ക് തന്നെ അറിയത്തില്ല. നാട്ടിലെ എല്ലാ റിപ്പോർട്ടും നെഗറ്റീവാണ്, പക്ഷേ അവിടെ മാത്രം പോസിറ്റീവ്. പിന്നെ അവിടുന്ന് വീണ്ടും എന്താ പറയുന്നത്, 1 മെഡിക്കൽ ടെസ്റ്റ്, PCR ചെയ്യിക്കുന്നു, എല്ലാം. അതായത് നമ്മളൊരു പ്രോട്ടോക്കോൾ അനുസരിച്ച് HbA1c ഉള്ള പേഷ്യൻറ്റിന് എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ അതെല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞാൻ എല്ലാം ചെയ്തു. ആ സമയത്തൊക്കെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നുമില്ല. അച്ഛൻ്റെ അനുദിന പ്രാർത്ഥന കേൾക്കും, അത് മാത്രമേ ഉള്ളൂ, എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്താ ലൈഫ് നടക്കുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. പക്ഷേ അച്ഛനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്, ഇതെന്തെങ്കിലും വലിയൊരു കാര്യത്തിനായിരിക്കും എന്നുള്ള. അങ്ങനെയാണ് ഓരോ ദിവസം പൊയ്ക്കൊണ്ടിരുന്നത്. ഓരോ ദിവസം കഴിഞ്ഞ് ആ റിപ്പോർട്ടുകളെല്ലാം നെഗറ്റീവായി. ലാസ്റ്റ് ഒരു സമയം മനസ്സിലായി, റിപ്പോർട്ട് എൻ്റെ അല്ല, വേറെ ആർക്കോ വേണ്ടിയാണ് ഞാൻ ഈ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യുന്നത്. കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോരണോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ ആ സമയത്ത് ഒരാഗ്രഹമുള്ളായിരുന്നു, സാരമില്ല, ഇത്രയൊക്കെ വന്നു, എനിക്ക് വേറൊന്നും പറ്റിയില്ലല്ലോ, അതുകൊണ്ട് തിരിച്ചു പോവുകയാണേലും സന്തോഷത്തോടെ പോകണം, ആരോടും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് പോകരുത്. അതുകൊണ്ട് ടെർമിനേഷൻ ലെറ്റർ കിട്ടിയപ്പോഴേ ഞാൻ അന്തസ്സായിട്ട് അത് പോയി വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. സാലറി അപ്പം 3 മാസത്തെ സാലറി കിട്ടിയിട്ടില്ല. സാലറി മേടിച്ച് ടിക്കറ്റ് എടുത്ത് തിരിച്ചു പോരണം, അത്രേ ഉള്ളൂ. അത് ചെയ്യാനായിട്ട് ലാസ്റ്റ് HRI ചെന്ന് ഈ ഇതെല്ലാം വാങ്ങിച്ച സമയം മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ തലകറങ്ങി വീണിട്ട് പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ എനിക്ക് ആരെയും അറിയത്തില്ല, ആരോടാണ് സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല. ആരെങ്കിലും എന്നെ വിളിച്ചാൽ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ തലേദിവസം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വിളിക്കുന്നുണ്ട്. കുറച്ച് പേരോട് ഞാൻ ഉടമ്പടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്,
ഉടമ്പടിയുടെ എണ്ണ ഉണ്ടെന്ന് മാതാവിന് കൊടുക്കണം. ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ്, ഒലിവെണ്ണ കൊടുത്തേക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിൽ പോകുമ്പോൾ ഒന്ന് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നേൽ ഒലിവെണ്ണ വല്ലതൊക്കെ ആയിരിക്കും പറയുന്നത്. കേട്ട് നിന്നവരെല്ലാം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബോധം തെളിച്ചപ്പോൾ എണ്ണക്കച്ചവടത്തിന് വല്ലതും വന്നതാണോ, ഈ ഒലിവെണ്ണ എണ്ണ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കെൻ്റെ സിറ്റുവേഷൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല, എങ്ങനെയാണ് എനിക്ക് ബോധം തെളിഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അമ്മ ഇവിടെ അച്ഛനെ കാണാൻ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു, ഫെബ്രുവരി 21. അന്ന് അമ്മ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് അച്ഛൻ ഈ മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ട് കാണിച്ചിട്ട് അച്ഛൻ പറഞ്ഞത് അവളെ മാതാവ് നോക്കിക്കോളൂ എന്നാ. അന്നത്തെ ഒരു ദിവസം മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ബോധം തെളിഞ്ഞപ്പോഴേ അവരോട് ചോദിച്ചു, എന്തിനാ എന്നെ ഇവിടെ ഇരുത്തിയേക്കുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ അവരോട് ചോദിച്ചില്ല ഇതുവരെ എന്തിനാ ഇവിടെ എന്നെ ഇരുത്തിയേക്കുന്നതെന്ന്. ഞാൻ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എന്നെ അവർ പറഞ്ഞു വിട്ടേനെന്ന്. എനിക്കറിയത്തില്ല ഇതെന്താ ലൈഫിൽ നടന്നതെന്ന്. അത് കഴിഞ്ഞ് നേരെ എനിക്ക് ടെർമിനേഷൻ മതി, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ഹെഡ് നഴ്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞു. പക്ഷേ ആ സമയം കൊണ്ട് അവരെല്ലാം എനിക്ക് റീജോയിനിങ് ഉള്ള പേപ്പർ വർക്കായിരുന്നു ചെയ്തു തന്നത്. സത്യം പറഞ്ഞാൽ ലൈഫിൽ നടന്നതും എന്താണെന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഒന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, എനിക്ക് മാതാവ് ചെയ്തു തന്നതാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 1 വർഷമായി. കഴിഞ്ഞ 15-നാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് 12 വർഷമായിട്ടുണ്ടായിരുന്ന വെരിക്കോസ് വെയിൻ ഈ 2 മാസമായിട്ട് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. കാരുണ്യപ്രവർത്തികളായിട്ട് പത്രപ്രവർത്തനം കൊടുക്കുന്നുണ്ട്, പിന്നെ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. മാതാവിനെക്കുറിച്ച് എല്ലാവർക്കും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പറഞ്ഞത് അനുസരിച്ച് കൂടുതൽ പേര് ഇവിടെ വന്ന് സാക്ഷി എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്.